എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭ ഓഫീസിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ചാലക്കുടി നഗരസഭയുടെയും പട്ടണത്തിൻ്റെയും വികസനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി നഗരസഭാ കൗൺസിൽ. ഈ കൗൺസിൽ കെട്ടിലും മട്ടിലുമൊക്കെ തന്നെ വലിയ പ്രതിപാദനരായ ആളുകൾ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഒരു കൗൺസിൽ കൂടിയാണ്. തീർച്ചയായിട്ടും കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഈ ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഷിബു വാലപ്പൻ എന്ന ജനകീയനായ ചെയർമാനായി സ്ഥാനമേറ്റിട്ടുള്ള ആദ്യത്തെ നഗരസഭാ കൗൺസിലായിരുന്നു. ആ കൗൺസിലിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ 32-33 വാർഡുകൾ പറഞ്ഞ VR പുരം പ്രദേശത്ത് ഒരു 103ഓളം വീടുകൾ അവിടുത്തെ ഹരിജൻ സങ്കേതത്തിൽ താമസിക്കുന്നവരും ജനറൽ ആയിട്ട് താമസിക്കുന്ന ആളുകൾക്കും പട്ടയം ഉണ്ടായിരുന്നില്ല. ഏകദേശം 103 വീടുകൾക്ക് ഏകദേശം 100 കൊല്ലത്തിന് മേലെയായിട്ട് അവർ അവിടെ താമസിക്കുകയാണ്. പക്ഷേ അവർക്ക് പട്ടയമില്ല. ആ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NOC കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിലിൽ നിന്ന് തീരുമാനമെടുത്തു. ആദരണീയനായ ചാലക്കുടി നഗരസഭാ ജനകീയ ചെയർമാൻ ഷിബു വാലപ്പൻ ചെയർമാനായതിനു ശേഷം എടുത്ത ആദ്യത്തെ തീരുമാനം, ആ തീരുമാനം തീർച്ചയായിട്ടും ജനകീയമാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്തായിരുന്നാലും വളരെ നാളുകളായി കാത്തിരുന്ന ഈ 103 കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായ തീരുമാനമെടുക്കുന്നതിന് നേതൃത്വം നൽകിയ ചെയർമാൻ ഷിബു വാലപ്പനും ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾക്കും 1000 അഭിവാദനങ്ങൾ നേരുകയാണ്. ചാലക്കുടി നഗരസഭയിലെ VR പുരത്തെ 100ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ അനുമതി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ ആദ്യ കൗൺസിലിലെ ആദ്യ തീരുമാനം വിജയരാഘവപുരത്തെ ചിരകാലാവശ്യത്തിനു വേണ്ടി വിജയരാഘവപുരം പട്ടികജാതി സങ്കേത ഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്നവരും ഇനിയും പട്ടയം ലഭിക്കാത്തവരുമായ 100ലധികം കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം അനുവദിക്കുന്നതിനായിരുന്നു കൗൺസിലിന്റെ അനുമതി. ഇവിടുത്തെ പട്ടയ വിതരണ നടപടിയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നഗരസഭയുടെ അനുമതി ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കുടുംബങ്ങൾ താമസിച്ചു വരുന്നതും കൈവശമിരിക്കുന്നതുമായ ഭൂമി നഗരസഭയുടെ റോഡ് വികസനത്തിനോ മറ്റ് പദ്ധതികൾക്കോ ആവശ്യമുണ്ടോ എന്ന് അറിയിക്കാനാണ് നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നത്. വാർഡ് കൗൺസിലർമാരായ ഷിബു വാലപ്പന്റെയും ആലി ഷിബുവിൻ്റെയും നേതൃത്വത്തിൽ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ വീടുകളും സ്ഥലവും പരിശോധിച്ചതിനെ തുടർന്നാണ് റിപ്പോർട്ട് കൗൺസിലിൽ വന്നത്. ഇപ്പോൾ താമസിച്ച് കൈവശമിരിക്കുന്ന ഭൂമി നഗരസഭയുടെ വികസന കാര്യങ്ങൾക്ക് ആവശ്യമില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ ഇതിന് അനുമതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. VR പുരം 56 ഏക്കർ പട്ടികജാതി സങ്കേതം രൂപം കൊണ്ടത് 1920-ലാണെങ്കിലും 1986-ലാണ് കുറെ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. പട്ടയം ലഭിക്കാത്തവരിൽ പല കുടുംബങ്ങളും 50 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നവരാണ്. നേരത്തെ പലവട്ടം സർക്കാരിൽ പട്ടയാവശ്യമുന്നയിച്ച് നിവേദനങ്ങൾ നൽകിയെങ്കിലും തീരുമാനമുണ്ടായില്ല. വീണ്ടും പട്ടയത്തിനുള്ള അപേക്ഷകൾ നൽകിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതർ നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയോട് അനുമതി ചോദിച്ചത്. VR പുരം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന നിലയിലാണ് ചാലക്കുടി നഗരസഭ ജനകീയ ചെയർമാൻ ഷിബു വാലപ്പൻ സ്ഥാനമേറ്റതിനു ശേഷം ആദ്യ കൗൺസിൽ യോഗത്തിലെ ആദ്യ തീരുമാനമായി പട്ടയ വിതരണത്തിനുള്ള അനുമതി നൽകാൻ തീരുമാനിച്ചത്. നഗരസഭാ കൗൺസിലിൽ വാർഡ് കൗൺസിലർ ആലി ഷിബു ഉന്നയിച്ച ആവശ്യത്തിന് മറുപടിയായിട്ടാണ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ഉന്നയിച്ചത്. ഐകകണ്ഠേനയാണ് ഈ തീരുമാനത്തിന് നഗരസഭാ കൗൺസിൽ അനുമതി നൽകിയത്. ഇപ്രാവശ്യം മുഴുവൻ ആളുകൾക്കും NOC കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കൗൺസിൽ വന്നിരിക്കുന്നത്. ഈ 103 ഗുണഭോക്താക്കളുടെ വീടും ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് നമ്മൾക്ക് കൗൺസിലിലേക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ ചിരകാല അഭിലാഷമാണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു പട്ടയം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ആധാരം ഉണ്ടാവുക. അപ്പോൾ അത് ഈ കൗൺസിലിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഈ കൗൺസിലിൽ ഫസ്റ്റ് അജണ്ടയായിട്ട് അടിച്ചു വന്നതിലും VR പുരം എന്ന് പറയുന്ന ഒരു പട്ടികജാതി കോളനിയെ അവർക്ക് വേണ്ട പട്ടയം കൊടുക്കാനുള്ള ഒരു നടപടി അടിയന്തരമായിട്ടുണ്ടാകണം. ബന്ധപ്പെട്ട താലൂക്ക് വില്ലേജ് ഓഫീസുകളിലേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ NOC കൊടുക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഇതിലെടുത്ത വേഗതയ്ക്കും എടുത്ത താല്പര്യത്തിനും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോടും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ കൂടി അവസരം, അവർക്കൊരു ആദ്യ കൗൺസിലർ കൂടി എന്ന നിലയ്ക്ക് നന്ദി പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് ഏകദേശം 100 ജില്ലാ പേരുടെ പട്ടയം ഒരു പക്ഷേ പതിറ്റാണ്ടുകളായി
ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് അവിടുത്തെ ഈ പട്ടയമില്ലാത്ത ആളുകൾ. അതിൽ 1986-ലാണ് നിലവിലുള്ള ആളുകൾക്ക് ഒരു ഘട്ടത്തിൽ അവിടെ പട്ടയം കൊണ്ടുള്ളത്. അതിനുശേഷം ഇതുവരെ ഈ 100-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് അതിൽ 50-60 വർഷമായി ആ കോളനിയിൽ താമസിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. പല ഘട്ടങ്ങളിലും അപേക്ഷകളൊക്കെ ആയിട്ട് പോയെങ്കിലും അതിന്റെ നടപടികൾ അടക്കി വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായത്. ഇതിപ്പോ പ്രത്യേകമായ ഒരു താല്പര്യം എടുത്തിട്ടാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ ഈ മുഴുവൻ വീടുകളിലും ഈ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓഫീസറായിട്ടുള്ള ശ്രീ വസുകുമാറാണ്. പ്രത്യേകിച്ച് വസുകുമാറിനോട് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താണ്.